ഹായ് ഫ്രണ്ട്സ്, സനാസ് എജു ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേറ്റിറ്റ് മാരത്തോണിൻ്റെ 4ാമത്തെ സെഷനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫൻസ് മെക്കാനിസവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാരത്തോൺ സീരീസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതും ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ്. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾറെഡി ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാരത്തോൺ സെഷനിൽ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിഗ്രഷൻ? റിഗ്രഷൻ്റെ എക്സാമ്പിൾ ഏതാണ് ഇതിൽ? അപ്പോൾ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ 3 ക്ലാസ്സുകളായിട്ട് ദെൻ എഗെയിൻ പിന്നെയും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നൊക്കെ രീതിയിലാണ് ഞാൻ ക്ലാസ്സസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ എല്ലാം തന്നെ വിത്ത് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുമ്പോൾ എക്സാമ്പിളിലൂടെ പഠിച്ചാലാണ് പെട്ടെന്ന് അത് ക്ലിക്ക് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിഗ്രഷൻ? Feelings of an ex-boyfriend, denying something ever took place, returning to an earlier age to cope with situation, telling the truth. അപ്പോൾ റിഗ്രഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഏതാണ്? അപ്പോൾ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഏർലിയർ ഏജുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുക അല്ലേ. അപ്പോൾ റിട്ടേണിങ് ടു ആൻ ഏർലിയർ ഏജ് ടു കോപ്പ് വിത്ത് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ റിഗ്രഷൻ എന്ന് പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം എന്താണ്? ഒരു വ്യക്തി തൻ്റെ ഡെവലപ്മെൻറ്റലിൻ്റെ ഏർലിയർ സ്റ്റേജിലോട്ട് പോകുക, വിരൽ കുടിക്കുക, അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസാണ് ഈ റിഗ്രഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നത്. സോ ഇവിടെ തന്നതും അങ്ങനെ തന്നെ ഒരു ഓപ്ഷനാണ് തന്നിരിക്കുന്നത്, റിട്ടേണിങ് ടു ആൻ ഏർലിയർ ഏജ്. ഏർലിയർ ഏജിൽ തന്നെ തന്നാൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, അവിടെ എന്താണ് റിഗ്രഷൻ. അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക, കാരണം റിപ്രഷൻ സപ്രഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവരുത്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഏർലിയർ ഏജ്. അപ്പോൾ ഏർലിയർ ഏജിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാം. ഫോഴ്സിങ് തോട്ട്സ് ടു റിമെയിൻ അൺകോൺഷ്യസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ആങ്സൈറ്റി ദാറ്റ് വുഡ് റിസൾട്ട് ഇഫ് ദേ വർ കോൺഷ്യസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് വിച്ച് ഫ്രോയിഡൻ ഡിഫൻസ് മെക്കാനിസം? ഒന്നുകൂടി വായിക്കാം. ഫോഴ്സിങ് തോട്ട്സ് ടു റിമെയിൻ അൺകോൺഷ്യസ് in order to avoid the anxiety that would result if they were conscious is the definition of which Freudian defense mechanism? ഇത്രേ ഉള്ളൂ ചോദ്യം. അതായത് എന്തെങ്കിലും ഒരു സംഭവം കോൺഷ്യസ് ആയിട്ട് ഇരുന്നാൽ അതെന്താവും, ആ വ്യക്തിയിൽ ആങ്സൈറ്റി ഉണ്ടാക്കും എന്ന് വിചാരിച്ച് അത് അൺകോൺഷ്യസിലേക്ക് തള്ളിവിടുന്നതിന് എന്താ പറയുക? അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നതിന് ഫ്രോയിഡ് എന്ത് പേരിലാണ് വിളിച്ചത്? എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തത്? ഡിനയൽ ആണോ, ഐസൊലേഷൻ ആണോ, റിഗ്രഷൻ ആണോ, റിപ്രഷൻ ആണോ? ആൻസർ ഏതാണ്? അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, റിഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ഒരു കണക്ട് ചെയ്തു? ഏർലി സ്റ്റേജ്, ഏർലി ഏജുമായിട്ട് കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അൺകോൺഷ്യസ് എന്ന് വന്നാൽ നിങ്ങൾ ആരോട്ട് കണക്ട് ചെയ്യുക? റിപ്രഷനുമായിട്ട്. ഓക്കെ, അപ്പോൾ ഫ്രോയിഡൻ വിളിച്ചത് റിപ്രഷൻ എന്നാണ്. അപ്പോൾ നമ്മുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനൊക്കെ നമ്മൾ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന അതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അത് അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്. ദാറ്റ് മീൻസ് ഇവിടെ അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് റിപ്രഷനാണ്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഏർലിയർ സ്റ്റേജ് അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേജ് എന്നൊക്കെ നോക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. ദെൻ റിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അൺകോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ Anju's husband died and she continues to set a place for him at the dining table. This is an example of repression, denial, projection, regression. അപ്പോൾ അഞ്ജുവിൻ്റെ ഹസ്ബൻഡ് മരിച്ചു, എന്നിട്ടും അഞ്ജു എന്ത് ചെയ്യാണ്? ഡൈനിങ് ടേബിളിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു സീറ്റ് മാറ്റി വെക്കുകയാണ് അല്ലേ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് ടൈപ്പ് ഡിഫൻസ് മെക്കാനിസമാണിത്? അപ്പോൾ ശരിക്കും ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന രീതിയിൽ പോവാണ് അല്ലേ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഡിഫൻസ് മെക്കാനിസമാണ്? റിപ്രഷൻ ആണോ, ഡിനയൽ ആണോ, പ്രൊജക്ഷൻ ആണോ, റിഗ്രഷൻ ആണോ? ഇവിടെ ഓപ്ഷൻ ബി ഡിനയൽ ആണ്. ഓക്കെ, അപ്പോൾ റിയാലിറ്റി എന്താണ്, അക്സെപ്റ്റ് ചെയ്യാതെ എന്താണ് ഇപ്പോഴും ഉണ്ടെന്ന രീതിയിൽ പോവാണ്. അത് നമ്മൾ ഡിനയൽ എന്നാണ് വിളിക്കുക. ഓക്കെ, then what type of defense mechanism is used by a person when he gets angry at his child or spouse because he had a bad day at work? Denial, repression, projection, displacement. അപ്പോൾ ഒരാൾക്ക് തൻ്റെ വർക്ക് സൈറ്റിൽ അല്ലെങ്കിൽ ഓഫീസിൽ
അന്നത്തെ ദിവസം കുറച്ച് എന്തോ മൊത്തത്തിൽ പ്രശ്നമാണ്, ബാഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു ദേഷ്യം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുട്ടികളോടും ഭാര്യയോടും ഒക്കെ കാണിക്കുകയാണ്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഡിഫെൻസ് മെക്കാനിസമാണ്? ഒരു ഡൗട്ടും വേണ്ട, ഏതാണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരാളോടുള്ള ദേഷ്യം വേറൊരാളോട് കാണിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെന്താ പറയുക നമ്മൾ? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ചോദിക്കാം, ഓഫീസിൽ ബോസ് എന്തെങ്കിലും ചീത്ത പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്ത് വേഗം വന്നിട്ട് വീട്ടിൽ വന്ന് ഭാര്യയോട് ദേഷ്യപ്പെട്ടു, അത് ഏത് ടൈപ്പ് ഡിഫെൻസ് മെക്കാനിസമാണ്? അതും ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കേറ്റഡ് കാറ്റഗറി 3 എന്ന് പറയുന്ന സൈക്കോളജി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ എന്തായാലും കാണാത്തവരിൽ തീർച്ചയായിട്ടും പോയി കാണുക. പ്രീവിയസ് ഇയേഴ്സും ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗോയിങ് ബാക്ക് ടു ആൻ ഏർലിയർ ടൈം ഓർ സ്റ്റേജ് ടു അവോയ്ഡ് ഡീലിംഗ് വിത്ത് സ്ട്രെസ്. ദാറ്റ് ഈസ് ചൈൽഡ് റിവേർട്സ് ടു വെറ്റിംഗ് ദ ബെഡ് വെൻ ബേബി സിസ്റ്റർ വാസ് ബോൺ ഈസ് സ്പ്ലിറ്റിംഗ്, ഇൻ്റലക്ച്വലൈസേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരൊറ്റ ലൈൻ തന്നിട്ടുണ്ട്. എന്താണ്? കീവേഡ് തന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ഏർലിയർ ടൈം, ഗോയിങ് ബാക്ക് ടു ആൻ ഏർലിയർ ടൈം ഓർ സ്റ്റേജ് ടു അവോയ്ഡ് ഡീലിംഗ് വിത്ത് സ്ട്രെസ്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ പോലും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഏതാ വരിക? ഒരു ഏർലിയർ സ്റ്റേജിലൊക്കെ ഏർലിയർ ടൈമിലോട്ട് പോവുക സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്? റിഗ്രഷൻ ആണ് അല്ലേ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യണം? ഒരു കുഞ്ഞനിയത്തിയോ കുഞ്ഞനീനൊക്കെ വരുന്ന സമയത്ത് മൂത്ത കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? അമ്മയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കിടക്കയിൽ മൂത്രം ഒഴിക്കുക, അങ്ങനത്തെ അല്ലെങ്കിൽ വിരൽ കുടിക്കുക, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കാറുണ്ട്. സോ ഇതൊക്കെ എന്താണ്? റിഗ്രഷനിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെയും ഇതേ ഒരു ഇൻസിഡൻ്റാണ് ഇവിടെയും പറയുന്നത്. ചൈൽഡ് റിവേർട്സ് ടു വെറ്റിംഗ് ദ ബെഡ് വെൻ ബേബി സിസ്റ്റർ വാസ് ബോൺ. അപ്പോൾ എന്താണ്? ഒരു ഏർലിയർ സ്റ്റേജിലേക്ക് പോയതില്ല. അപ്പോൾ അതിനെന്താ പറയുക? റിഗ്രഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒന്ന് നോക്കാം. Person makes up excuses in order to justify their behavior and avoid true feelings. Option A, rationalization. Option B, identification. Option C, compensation. Option D, suppression. ഇപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സംഭവത്തിന് എക്സ്ക്യൂസസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക, യഥാർത്ഥ റീസൺ അല്ലാതെ വേറെ ഏതെങ്കിലും റീസൺ കൊടുത്ത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്തെന്നാ പറയുക? റാഷണലൈസേഷൻ അല്ല. അതിനെന്താ പറയുക? റാഷണലൈസേഷൻ. അപ്പം ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുമായിട്ട് കണക്ട് ചെയ്യുക? റാഷണലൈസേഷൻ. അപ്പോൾ നമുക്ക് കീ വേർഡ്സ് കിട്ടി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ പോലും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ചില കീ വേർഡ്സ് വായിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണെന്ന് കറക്റ്റായിട്ട് അപ്പോൾ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക അല്ല. പേഴ്സൺ മേക്സ് അപ്പ് എക്സ്ക്യൂസസ് ഇൻ ഓർഡർ ടു ജസ്റ്റിഫൈ ദെയർ ബിഹേവിയർ ആൻഡ് അവോയ്ഡ് ട്രൂ ഫീലിങ്സ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള റീസൺ അല്ല പറയുന്നത്. എന്താണ്? എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അല്ല, എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് പറയുക? റാഷണലൈസേഷൻ എന്നാണ് പറയുക. അപ്പോൾ റാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ്? സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ് ഏതുമായി റിലേറ്റ് ചെയ്തതാണ്? സ്വീറ്റ് ലെമനിസം ഏതുമായി റിലേറ്റ് ചെയ്തതാണ്? റാഷണലൈസേഷൻ അല്ലേ. പുളിക്കുന്ന മുന്തിരി ശൈലി അല്ലെങ്കിൽ മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്നൊക്കെ പറയുന്നത് ഏതുമായി റിലേറ്റ് ചെയ്താണ്? റാഷണലൈസേഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക ഈ 2 പോയിൻറ്റും. നെക്സ്റ്റ് നോക്കാം. പേഴ്സൺ ഐഡൻറ്റിഫൈസ് വിത്ത് അനദർ പേഴ്സൺ ആൻഡ് അൺകോൺഷ്യസ്ലി കോപ്പീസ് ദ പേഴ്സൺസ് ബിഹേവിയർ ഓർ ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് സൺ ഡിസൈഡഡ് ടു ബിക്കം എ ഫയർ ഫൈറ്റർ ജസ്റ്റ് ലൈക്ക് ഹിസ് ഡാഡ്. പ്രൊജക്ഷൻ, ഡിനയൽ, കോമ്പൻസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ എന്താണ്? പേഴ്സൺ ഐഡൻറ്റിഫൈസ് വിത്ത് അനദർ പേഴ്സൺ ആൻഡ് അൺകോൺഷ്യസ്ലി കോപ്പീസ് ദ പേഴ്സൺസ് ബിഹേവിയർ ഓർ ആക്ടിവിറ്റീസ്. ഇവിടെ എന്താണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്? അപ്പോൾ അതായത് മോൻ അച്ഛനെ കണ്ടിട്ട് എന്താണ്? അച്ഛനെ പോലെ ഒരു ഫയർ ഫൈറ്റർ ആവണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ? അപ്പോൾ ഏത് ടൈപ്പ് ഡിഫെൻസ് മെക്കാനിസമാണ് ഇവിടെ വരുന്നത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടി ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികൾ ഇങ്ങനെ ഒരാളെ കണ്ടില്ലെങ്കിൽ അച്ഛനെ പോലെ കണ്ടു കാണിച്ചപ്പോൾ ആ ഒരു സംഭവം തന്നെ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ വരും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷനിൽ പെടുന്നത് ആ ഒരു ടൈപ്പ് ഡിഫെൻസ് മെക്കാനിസമാണ്. ഓക്കെ, പേഴ്സൺ ഐഡൻറ്റിഫൈസ് വിത്ത് അനദർ പേഴ്സൺ ആൻഡ് അൺകോൺഷ്യസ്ലി കോപ്പീസ് ദ പേഴ്സൺസ് ബിഹേവിയർ ഓർ ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് സൺ ഡിസൈഡസ് ടു ബിക്കം എ ഫയർ ഫൈറ്റർ ജസ്റ്റ് ലൈക്ക് ഹിസ് ഡാഡ്. അച്ഛനെ പോലെ ആവാൻ അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിഫെൻസ് മെക്കാനിസമാണ്. അപ്പോൾ പ്രൊജക്ഷനോ ഡിനയിലോ കോമ്പൻസേഷനോ ഒന്നുമല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഡിഫെൻസ് മെക്കാനിസത്തിൽ പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നല്ല രീതിയിൽ വായിച്ച് നോക്കുക. കറക്റ്റ് ഏതുമായിട്ടെന്നുള്ള കാര്യം ഒരു വട്ടം വായിക്കുന്നത് നിങ്ങൾക്ക് ക്ലിക്ക് ആവണം. അങ്ങനെ അല്ലെങ്കിൽ ഒന്നും കൂടി വായിക്കുക. വായിച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ ആൻസർ കണ്ടെത്തിയിട്ട്
ഓപ്ഷൻ ചെയ്യുക. അല്ലാതെ ചുമ്മാ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇതായിരിക്കും അതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിപ്പോൾ കോമ്പൻസേഷനോ ഐഡൻറ്റിഫിക്കേഷനോ റിഗ്രഷനോ ഏതൊരു ഡിഫൻസ് മെക്കാനിസം ആണെങ്കിലും അതുമായി റിലേറ്റ് നിങ്ങളുടേതായ ഒരു എക്സാമ്പിൾ ഉണ്ടാകും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു എക്സാമ്പിൾ ഉണ്ടാകും. അത് എപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. സോ അതുമായി കണക്ട് ചെയ്ത് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യനിൽ ആൻസർ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എറിക്സിൻ്റെ തിയറി ആരാണ് എറിക്സിൻ്റെ തിയറി ഏതാണെന്നോ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ആരാ കൊണ്ടു, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും 2 തരത്തിൽ മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എന്തായിരിക്കണം, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നോക്കാം. പേഴ്സൺ act out an undesirable thought or behavior in a socially acceptable manner, that is using a sport to deal with pent up anger. A. Sublimation, reaction formation, denial, suppression. അപ്പോൾ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ഇതിൽ നമുക്കൊരു കീ വേർഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ക്ലാസ് പഠിച്ചിട്ട് വന്നതിലും കറക്റ്റായിട്ട് കിട്ടും. ഏതാണ് ആ കീ വേർഡ്? സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ. അപ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ ബിഹേവിയറിന് ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാനറിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്ത് വിടുന്നതിന് നമ്മൾ എന്തെന്നാ പറയുക? സബ്ലിമേഷൻ അല്ലേ, സബ്ലിമേഷൻ അല്ല. സോഷ്യലി അക്സെപ്റ്റബിൾ മാനർ എന്ന് പറയുമ്പോൾ സബ്ലിമേഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് ഡിഫൻസ് മെക്കാനിസം റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസം ഏതാണെന്ന് ചോദിച്ചാൽ അതുമായി റിലേറ്റ് ചെയ്ത ഡിഫൻസ് മെക്കാനിസം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? സബ്ലിമേഷൻ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടി സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാനറിലേക്ക് ചാനലൈസ് ചെയ്ത് വിടുന്നത് നമ്മൾ എന്ത് പറയും? സബ്ലിമേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ. ദെൻ നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ പേഴ്സൺ എ ഈസ് റൂഡ് ടു പേഴ്സൺ ബി, person B may think about the possible reasons for person A's behavior. Here splitting, intellectualization, regression, repression. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന പേഴ്സൺ എപ്പോഴും ബി എന്ന് പറയുന്ന പേഴ്സൺ റൂഡായിട്ടാണ് പെരുമാറുക. അപ്പോൾ ബി ചിന്തിക്കുകയാണ് എന്തായിരിക്കും കാരണം, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ എ എന്നോട് എപ്പോഴും ഇങ്ങനെ റൂഡായിട്ട് പെരുമാറുന്ന കാര്യം ചിന്തിക്കുകയാണ്, തിങ്ക് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതേതാണ്? അപ്പോൾ തന്നെ നമുക്ക് തിങ്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അവർ കൊഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് എന്തായിരിക്കും കാരണം എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ് അല്ലേ. സോ അവിടെ എന്താണ്? ഇൻ്റലക്ച്വലൈസേഷൻ ആണ് വരുന്നത് അല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. എ സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻറ്റ് വിത്ത് എ ലേണിംഗ് ഡിസബിലിറ്റി അച്ചീവ് എ ഗുഡ് പൊസിഷൻ ഇൻ മ്യൂസിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഏതാണ്? കോമ്പൻസേഷൻ, റിഗ്രഷൻ, സപ്രഷൻ, പ്രൊജക്ഷൻ. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടി എന്ത് ചെയ്യാണ്? മ്യൂസിക് ഫീൽഡിൽ നല്ലൊരു പൊസിഷനിൽ എത്തുകയാണ്. അപ്പോൾ കുട്ടിക്ക് എന്താണ്? ഒന്നിലുള്ള കുറവ് വേറെ ഒന്നിൽ ഈക്വൽ ചെയ്യുകയാണല്ലേ. അപ്പോൾ നമ്മൾ അതിന് എന്താ പറയുക? കോമ്പൻസേഷൻ. എന്താ പറയുക? കോമ്പൻസേഷൻ. അപ്പോൾ എക്സാമിന് ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടിക്ക് അക്കാഡമിക്കലി കുറച്ച് വീക്കാണ്, പക്ഷേ മ്യൂസിക്കിൽ നല്ല രീതിയിൽ എക്സൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ആണ്? അപ്പോൾ ഒന്നിലുള്ള അക്കാഡമിക്കിൽ എന്താണ്? വീക്കാണ്, പക്ഷേ എന്താണ്? മ്യൂസിക്കിലോ സ്പോർട്സിലോ ഒക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒന്നിലുള്ള കുറവ് വേറെ ഒന്നിൽ ഈക്വൽ ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ എന്തെന്നാ പറയുക? കോമ്പൻസേഷൻ. ഓക്കെ, അത് ഏത് ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ചോദിക്കാറുണ്ട്? കോമ്പൻസേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഇടാതിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. എ പേഷ്യൻറ്റ് റിഫ്യൂസസ് ടു കൺസിഡർ ഹിസ് ഡിഫിക്കൽട്ടീസ് by saying that he don't want to talk about it. Here reflects denial, suppression, projection, repression. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എന്താണ്? തൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ല. ചോദിച്ചാൽ കൂടി പറയണം എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു സ്വയം ഒഴിഞ്ഞു മാറണം അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഏത് ടൈപ്പ് ഡിഫൻസ് മെക്കാനിസമാണ്? അപ്പോൾ ഇവിടെ കോൺഷ്യസ്ലി ആണ് അല്ലേ, വോളണ്ടറി ആയിട്ടാണ് ആ ഒരു ഇതൊന്നും മാറുന്നത്. സോ ഇവിടെ എന്താണ്? അവിടെ സപ്രഷനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, റിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അത് മാത്രമല്ല അതെന്താ ഒരു ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ സപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് വോളണ്ടറി ആണ്. ഓക്കെ, വോളണ്ടറി ആയിട്ട് അവൾ എനിക്ക് പറയണോ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം, സ്വയം എന്താണ് വോളണ്ടറി ആയിട്ട് മാറിപ്പോവാണ് അല്ലെങ്കിൽ ആ ടോപ്പിക് സംസാരിക്കാതിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ വരിക? സപ്രഷനാണ്. അപ്പോൾ റിപ്രഷനും സപ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റാക്കി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ റിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്?
അൺകോൺഷ്യസ് ആയിട്ടാണ് അല്ലേ, അൺകോൺഷ്യസിലേക്ക് നമ്മൾ തള്ളിവിടുന്നൊരു പ്രോസസ്സാണ് നമ്മുടെ പെയിൻഫുൾ ആയിട്ട് എക്സ്പീരിയൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിപ്രഷൻ എന്ന് പറയുന്നത്. സപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വോളണ്ടിയർ ആയിട്ട് അല്ലേ, നമുക്ക് വേണ്ടാന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കാതിരിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വോളണ്ടറി ആണ് ഈ സപ്രഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം, attributing one's own unacceptable behavior onto someone else is denial, suppression, projection, repression. അപ്പോൾ attributing one's own unacceptable ആയിട്ടുള്ള ബിഹേവിയർ onto someone else, അത് സ്വന്തം ബലഹീനത മറ്റുള്ളവരിൽ ആരോപിക്കുന്നതിന് നമ്മൾ എന്തെന്നാ പറയുക, പ്രൊജക്ഷൻ. അതിനാണ് പറയുന്നതാണ് പ്രൊജക്ഷൻ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, പക്ഷെ നമ്മളല്ല മറ്റൊരു തലയെ കൊണ്ട് വെച്ച് കിട്ടുക, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ഇത്രയും ദിവസം നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ ടോപ്പിക്ക് നോക്കിയാലോ. നാളത്തെ ടോപ്പിക് January 5 ആണ് അല്ലേ. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് അല്ലേ, ലേണിംഗുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് നാളത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേണിംഗുമായി ബന്ധപ്പെട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അപ്പോൾ ഇന്ന് ഡിഫൻസ് മെക്കാനിസം ഇച്ചിരി വലിയൊരു ടോപ്പിക്കായിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെയാണ് നാളെ നമുക്കൊരു കുഞ്ഞു ടോപ്പിക് അല്ലേ. ലേണിംഗുമായി ബന്ധപ്പെട്ട അത്ര വലിയ ടഫുള്ള കാര്യങ്ങൾ ജനറലായിട്ട് ഒരിക്കൽ വായിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ലേണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജനറലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ അതൊക്കെ നാളെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു.